إن كنت مريضا يا عبدي فأنا الشافي وأنا الله أو كنت كثيرا. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമാണ് അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഭരമേൽപ്പിക്കാൻ അള്ളാഹു മാത്രം മതി എന്നുള്ളത്. വാനവും ഭൂമിയും പടച്ച ഇലാഹിന്റെ മുന്നിൽ ഞാൻ മുഖം നമിക്കുന്നു. സ്വർഗം മനോഹരമാണ്, നരകം അതിഭീകരവുമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വച്ചു. ഇരവും പകലുകൾ പടച്ചവൻ നീയേ, ഇഹവും പരവും ജയമേകല്ലാ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടാനാണ്. അക്രമികളായ വഴിതെറ്റിപ്പോയ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തൽബിയ പീസ് റേഡിയോ പ്രത്യേക ദിന പെരുന്നാൾ പ്രോഗ്രാമായ പെരുന്നാൾ നിലാവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങളൊന്നു പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സഹിൽ കൊല്ലം. ഞാൻ ആയിഷ ഹനാൻ. ഞാൻ ആലിയ മറിയം. എൻ്റെ പേര് അനസ് സ്വലാഹി. ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ, പെരുന്നാൾ സുദിനത്തിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെ ഓർത്തും ആ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട സന്ദേശങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷത്തിൽ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ടത്. ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്ജലമായ ജീവിതം മുഴുവനും നമുക്ക് സന്ദേശം നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ട് അത് വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള ആ ജീവിത സന്ദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്നേഹവിരുന്ന് ഒരുക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്നത് തൗഹീദിൻ്റെ ഒരു ധ്വജവാഹകനായിട്ടാണ്. ഷിർക്കിനോട് സന്ധിയില്ലാ സമരം നടത്തുന്ന, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യുക്തിപൂർവമായി സമീപിച്ചുകൊണ്ട് അവയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന നമ്മുടെ ആദർശ പിതാവ്. ആ നിലയ്ക്കെല്ലാം ഇന്നത്തെ ഈ ഗാനവിരുന്നിൽ സന്ദേശങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പെരുന്നാൾ നിലാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. പെരുന്നാൾ നിലാവിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോഴും, അള്ളാഹുവിൽ മാത്രം നമ്മുടെ ജീവിതം സമർപ്പിക്കണമെന്ന് പറയുമ്പോഴും, അള്ളാഹുവിൽ നമ്മളുടെ ആരാധനകൾ സമർപ്പിക്കേണ്ടത് അവനാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പെരുന്നാൾ നിലാവിലെ ആദ്യത്തെ ഒരു ഗാനവിരുന്നിൽ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെയും അവനിൽ ആരാധനകൾ അർപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ ആലപിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആ ഗാനത്തിലേക്ക് കാതോർക്കാം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വച്ചു. ആരീ വിധത്തിൽ പടച്ചു വച്ചു. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വച്ചു. ആരീ വിധത്തിൽ
വിധത്തിൽ പടച്ചു വെച്ചു. വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വികാരവിചാരം കനിഞ്ഞവന് വിശ്വാസമുള്ളിലുറച്ചവന് വിജയസ്വർഗത്തോപ്പുറപ്പ് തന്ന്. വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വികാരവിചാരം കനിഞ്ഞവന് വിശ്വാസമുള്ളിലുറച്ചവന് വിജയസ്വർഗത്തോപ്പുറപ്പ് തന്ന്. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീ വിധത്തിൽ പടച്ചു വെച്ചു. ആരീ വിധത്തിൽ പടച്ചു വെച്ചു. വാനവും ഭൂമിയും പടച്ച ഇലാഹിൻ്റെ മുന്നിൽ ഞാൻ മുഖം നമിക്കുന്നു. വാനവും ഭൂമിയും പടച്ച ഇലാഹിൻ്റെ മുന്നിൽ ഞാൻ മുഖം നമിക്കുന്നു. സത്യത്തിൻ തിരുമാർഗം പുണർന്നവനായി സ്വമതായോനിൽ കീഴോതിങ്ങിയോനായി ബഹുദൈവ വിശ്വാസങ്ങൾ ത്യജിച്ചവനായി ബഹുദൈവ വിശ്വാസങ്ങൾ ത്യജിച്ചവനായി വാനവും ഭൂമിയും പടച്ച ഇലാഹിൻ്റെ മുന്നിൽ ഞാൻ മുഖം നമിക്കുന്നു. എൻ്റെ നമാസും ഹയാത്തുമൻ മൗത്തും എൻ്റെ ത്യാഗങ്ങളും നിനക്കാണ്. എൻ്റെ നമാസും ഹയാത്തുമൻ മൗത്തും എൻ്റെ ത്യാഗങ്ങളും നിനക്കാണ്. സത്യവിശ്വാസിയായി നിൻ വിധി പോലെ സ്വമതായോനെ കാത്തിടണേ. സത്യവിശ്വാസിയായി നിൻ വിധി പോലെ സ്വമതായോനെ കാത്തിടണേ. വാനവും ഭൂമിയും പടച്ച ഇലാഹിൻ്റെ മുന്നിൽ ഞാൻ മുഖം നമിക്കുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ വളരെ നന്നായി നമുക്ക് വിവരിച്ചു തരുന്ന ഒന്ന് രണ്ട് ഗാനങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു സൃഷ്ടിപ്പ് നടത്തിയ സ്രഷ്ടാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. എന്ത് ഇഷ്ടപ്പെടേണ്ടത്? പിന്നെയോ അവനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. അപ്പോൾ ആ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ആരാധന നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? സൃഷ്ടിച്ചവൻ എന്ന നിലയിൽ നമ്മൾ നൽകണം. എന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആരാധനയെക്കുറിച്ചും അവൻ്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പോലും ഒരു പുണ്യമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ രചനകൾക്കോ നമ്മുടെ ആശയങ്ങൾക്കോ ഒരിക്കലും ഒതുങ്ങുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി എന്നാണ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിചരാചരങ്ങൾ ഇതൊക്കെയാണ്. ആകാശലോകങ്ങൾ, നക്ഷത്രങ്ങൾ, സചേതനവും അചേതനവുമായ വസ്തുക്കൾ, സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന് പുറമേയുള്ള ആരെങ്കിലും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി മാഹാത്മ്യത്തെ വിളിച്ചോതുന്ന ആരാധനകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം ഉയർത്തുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇയ്യാക നഅ്ബുദു
ഈ തിരുവചനം ഇയ്യാക നഅ്ബുദു ഈ തിരുവചനം ഇൻസുകളൊന്നാകെ മൊഴിയുന്നു. ഇല്ലേ ഇല്ല ആരാധ്യൻ വേറെ, ഇല്ലേ ഇല്ല ആരാധ്യൻ വേറെ. ഇരുകരം നീട്ടിടുന്നേ റഹീമേ, ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ. ഇരവും പകലുകൾ പടച്ചവൻ നീയേ, ഇഹവും പരവും ജയമേകല്ലാ. ഇഹവും പരവും ജയമേകല്ലാ. ഈ മനമിൽ ഹംതീർക്ക് നാഥ, ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ. ഇരവും പകലുകൾ പടച്ചവൻ നീയേ, ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ. അഹദ് 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 അഹദവനേകൻ മാത്രം, അഭയം തേടാൻ റബ്ബിനെ മാത്രം. നമുക്ക് വേണ്ടിടയാളൻ, നമുക്ക് വേണ്ടിടയാളൻ. നമുക്ക് വേണ്ടത് റബ്ബിൻ സ്നേഹം, വിസ്ഡം നമ്മെ വിളിക്കുന്നു. ചലിച്ചിടാനായി റബ്ബിൻ വഴിയിൽ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ, ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ. വാർദ്ധക്യത്തിൻ തീരം തേടും സമയം നമ്മുടെ പൊന്മക്കൾ. കാരുണ്യത്തിൻ ചിറകുകൾ താഴ്ത്താൻ കൊടുത്തിടേണ്ടേ ആദർശം. സർവം നിലച്ച് ഖബറിനുള്ളിൽ ശാശ്വതമാകും നേരത്ത് ലഭിച്ചിടേണ്ടേ ആശ്രയമാകാൻ കണ്ണീരിറ്റിയ പ്രാർത്ഥനകൾ. മാഷാ അല്ലാഹ്, തൗഹീദിനെ ഏറ്റവും നന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയും അതിനെ നന്നായി ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ശ്രവിച്ച ഗാനങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമാണ് അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഭരമേൽപ്പിക്കാൻ അള്ളാഹു മാത്രം മതി എന്നുള്ളത്. നമ്മളൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹസ്ബി അല്ലാ, ഹസ്ബുൻ അല്ലാ, എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയുന്ന. അപ്പോൾ ആ രൂപത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും സംരക്ഷകനായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ റബ്ബുണ്ട്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് അങ്ങനെ ഒരു നിരീക്ഷകനാണെന്നും ആ റബ്ബ് നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ 1-2 ഗാനങ്ങൾ കൂടി നമുക്ക് ആലപിച്ചാലോ? ഇൻഷാ അല്ലാഹ്. മാത്രവുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിക്കാല് ജനിച്ച് കാണണം എന്നൊരാഗ്രഹം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലൂടെ സാധിപ്പിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിയായ നമ്മുടെ ഉമ്മയായ സാറ അലൈഹിസ്സലാം അവരിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മലക്കുകൾ വന്ന ആ സന്തോഷ വാർത്ത പറയുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, പ്രായാധിക്യം ചെന്നൊരു മനുഷ്യനാണോ ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് വിശ്വസിക്കാനാകുന്നില്ല. അവിശ്വാസമല്ല, മറിച്ച് അത്ഭുതം തോന്നുന്ന ഒരു വാർത്തയാണ്, ഒരു സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന് വന്ന് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം. അതെ, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ധ്യയാണ് എന്നുള്ളതാണ് അനുഭവം. പ്രായാധിക്യം ഏറെ ആയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുകയാണ്, ഇബ്രാഹിമേ, നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ വൈകിയ വേളയിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുന്നു എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉറച്ച വിശ്വാസമാണ്. തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് മലക്കുകൾ പറയുകയാണ്,
നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന്. പക്ഷെ അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടാനാണ്. അക്രമികളായ വഴിതെറ്റിപ്പോയ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആരും നിരാശപ്പെടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കിത് തന്നെ കാണാൻ സാധിക്കും. മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം മക്കളോട് പ്രതീക്ഷയോടുകൂടി പറയുന്നതാണ്, ലാ തൈ അസൂ മിൻ റൗഹില്ല എന്നാണ്. പടച്ച റബ്ബ് നമുക്കൊരു റിലീഫ്, ഒരു ആശ്വാസം തരും. അള്ളാഹു ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ പോകൂ, അന്വേഷിക്കൂ എന്നാണ്. നമുക്ക് ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മനോഹരമായൊരു അറബി ഒരു ഗാനമാണ്, വളരെ ഫേമസ് ആയ ഒരു ഗാനമാണ്. നമുക്കൊന്ന് ഇൻഷാ അല്ലാ ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് പാടാം. ഇൻഷാ അല്ലാ. لا تيأس من روح الله واستبشر بعطاء الله لن يغلب عسر يسرين فانظر في آيات الله لا تيأس من روح الله واستبشر بعطاء الله لن يغلب عسر يسرين فانظر في آيات الله لا تجعل لليأس سبيلا لفؤاد آمن بالله هل يحزن من أيقن حقا أن الفعال هو الله لا تجعل لليأس سبيلا لفؤاد آمن بالله هل يحزن من أيقن حقا أن الفعال هو الله من كان الله له مولى هل يقنط من كرم الله لا تيأس من روح الله واستبشر بعطاء الله لن يغلب عسر يسرين فانظر في آيات الله الله يناديك سحيرا كن واسأل يا عبد الله أسألني يعطيك ما ترجو لا تطلب من غير الله إن كنت مريضا يا عبدي فأنا الشافي وأنا الله أو كنت كثيرا هل أحد يجبر كسرك غير الله لا تيأس من روح الله واستبشر بعطاء الله لن يغلب عسر يسرين فانظر في آيات الله لا تيأس من روح الله واستبشر بعطاء الله لن يغلب عسر يسرين فانظر في آيات الله كعبة الرحمن هي دار النعمات قبلة الأمم وبيت الحرام ظل في صخراء تحته بئر من قدرة رب لكل الأنام أول بيت للناس تحمينا من خناس أول بيت للناس تحمينا من خناس زمزم ماء نزلت فينا حمد لمن ننزلها فينا واح لمن شربوها عينا هم ضياف خليل يقينا من فؤادنا ألف ألف ارتفعا صوت حمد وشكر قد لمعا من فؤادنا ألف ألف ارتفعا صوت حمد وشكر قد لمعا هذا نداء خليلي إليك الله لبيك كل من الحب يا الله زمزم ماء نزلت فينا حمد لمن ننزلها فينا واح لمن شربوها عينا هم ضياف خليل يقينا
من فؤادنا ألف ألف ارتفعا صوت حمد وشكر قد لمعا من فؤادنا ألف ألف ارتفعا صوت حمد وشكر قد لمعا. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഒരു ഉപ്പയും മകനും തമ്മിലുള്ള വളരെ ഹൃദയസ്പർശിയായ ആഴത്തിലുള്ളൊരു ബന്ധവും നമുക്ക് അവിടെ കാണാൻ കഴിയും. വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനോടുള്ള ആ സമീപനവും സ്നേഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതും. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അത്രയും ഹൃദയകാരിയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന എന്നാണ്. സ്വർഗവാതിലുകളുടെ മധ്യസ്ഥാനമാണ് യഥാർത്ഥത്തിൽ പിതാവിനുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പിതാവിനെ മറികടന്നുകൊണ്ടൊരു വ്യക്തിക്ക് സ്വർഗത്തിലെത്തിച്ചേരുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് വാപ്പമാരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപ്പമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ അനാഥകളായി വളർന്നിട്ടുള്ള, അനാഥ മക്കളായി ജീവിച്ച ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനും തമ്മിൽ ഗാഢമായൊരു ബന്ധം നമ്മൾ കാണുമ്പോഴും അവിടെ ചില സന്ദർഭങ്ങളിൽ പിന്നെ അവർ തമ്മിൽ ഒന്ന് അകന്ന് കഴിയേണ്ട, അല്ലെങ്കിൽ അവർ തമ്മിൽ കാണാത്ത കുറേ കാലങ്ങളുണ്ടായിട്ടുണ്ട്. കാണാത്ത എങ്കിൽ പോലും അവിടെ ഒരു സ്നേഹത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നൊരു ഗാനം. ബാപ്പയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വേദനയോടുകൂടി തൻ്റെ ഉമ്മയോട് തിരക്കുന്ന വളരെ ഹൃദയസ്പർക്കായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഗാനം നമുക്ക് കാതോർക്കാം. ഉമ്മയോടെന്നും ഞാനുപ്പാനെ ചോദിക്കും, അതു കേട്ടെൻ്റെ ഉമ്മ കണ്ണീരൊലിപ്പിക്കും. കാര്യങ്ങളറിയാതെ ഞാനോ വിഷമിക്കും, കണ്ണു തുടച്ചുമ്മ ആ കാലമോർമ്മിക്കും. ഉമ്മയോടെന്നും ഞാനുപ്പാനെ ചോദിക്കും, അതു കേട്ടെൻ്റെ ഉമ്മ കണ്ണീരൊലിപ്പിക്കും. കാര്യങ്ങളറിയാതെ ഞാനോ വിഷമിക്കും, കണ്ണു തുടച്ചുമ്മ ആ കാലമോർമ്മിക്കും. കളിപ്പാട്ടമൊക്കെയും അണിയിച്ചൊരുക്കി, കളിപ്പട്ടം വാനിൽ നിറയെ പരത്തി. കളിപ്പാട്ടമൊക്കെയും അണിയിച്ചൊരുക്കി, കളിപ്പട്ടം വാനിൽ നിറയെ പരത്തി. ഉപ്പാൻ്റെ ചേലുള്ള തോളത്തിരുന്നിട്ട്, ഉപ്പാൻ്റെ ചേലുള്ള തോളത്തിരുന്നിട്ട് അമ്മാനമാടുവാൻ ഞാനേറെ കൊതിച്ച്. ഉപ്പാ ഉപ്പാ പൊന്നുപ്പാ. ഉമ്മയോടെന്നും ഞാനുപ്പാനെ ചോദിക്കും, അതു കേട്ടെൻ്റെ ഉമ്മ കണ്ണീരൊലിപ്പിക്കും. കാര്യങ്ങളറിയാതെ ഞാനോ വിഷമിക്കും, കണ്ണു തുടച്ചുമ്മ ആ കാലമോർമ്മിക്കും. മാഷാ അല്ലാഹ്, വളരെ ഹൃദയസ്പർശിയായൊരു ഗാനമാണത്. കാരണം ആ ഒരു കുഞ്ഞിൻ്റെ വിഷമം ആ വരികളിലൂടെ നമുക്ക്, ആ ഒരു വികാരം നമുക്ക് ആ വരികളിലൂടെ വായിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നന്മകളൊക്കെ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. തൗഹീദായാലും അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിൽ തവക്കുലാക്കി പോകുന്ന വിഷയമായാലും ഈ പറയപ്പെട്ട നമ്മളിതുവരെ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിൻ്റെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം മരണമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനുശേഷം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം നമ്മളിൽ തുറന്നു വരുന്നുണ്ട്.
അപ്പം അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ചില ഗാനങ്ങൾ നമ്മൾക്ക് കേൾക്കാമെന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ആഘോഷങ്ങൾ അഥവാ പെരുന്നാൾ ആഘോഷങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സ് നിറയെ ആഘോഷിക്കാനുള്ളത്. ഇത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോഴും ഈ ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പടച്ചറബിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും എന്തിനേറെ മരണത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. നല്ലൊരു ദിവസമായിട്ട് ഇന്നും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക എന്നർത്ഥത്തിലല്ല, മറിച്ച് ഏതു സമയവും സംഭവിക്കാൻ സാധ്യതയുള്ള നിഴൽ പോലെ കൂടെ നിൽക്കുന്നൊരു മരണം നമുക്ക് വരാനുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തെ നാം ഓർത്തുകൊണ്ട് ജീവിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മെ മരണത്തിലേക്കും പരലോകത്തിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കുന്ന അത്തരം ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. മലക്കുകൾ വരുന്നതു നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നതു നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. അവസാനമവസ്ഥയിതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം മറന്ന്, അവസാനമവസ്ഥയിതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം മറന്ന്. മറന്നാലും മറക്കാത്തോനാണിലാഹ്, മറന്നാലും മറക്കാത്തോനാണിലാഹ്. മറനീക്കി പിടിച്ചിടും നിന്നുടെ റൂഹ്, മറനീക്കി പിടിച്ചിടും നിന്നുടെ റൂഹ്. മലക്കുകൾ വരുന്നതു നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മരണത്തിന് ശേഷം ഒരു പരലോകമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അവിടെ സ്വർഗവും നരകവും നമുക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പോലും അതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്നും അകറ്റപ്പെടുക, സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അതുണ്ടാകും. പക്ഷെ ഒരു വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത് സ്വർഗമാണ്. എന്താണ് ആ സ്വർഗം? ആ സ്വർഗത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അതിവിശാലമായ സൗകര്യങ്ങളുടെ ഒരു ലോകം. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 1/3 ഭാഗവും ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച കാര്യങ്ങൾ അതിന് പുറമെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സ്വർഗവും നരകവും എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു വിശ്വാസിയുടെ മനസ്സിൽ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള ശ്രദ്ധ അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഏതാനും ചില ഗാനങ്ങളായാലോ? തീർച്ചയായിട്ടും. അതായത് സ്വർഗം നരകം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ഇതിലേക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ള തീരുമാനിക്കാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ആ ദുനിയാവിൽ അള്ളാഹു അതിനുവേണ്ടി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ജീവിച്ചാൽ, അതിനെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ, അതിലെ പാഠങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും, നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും. ഇൻഷാ അല്ലാഹ് അത്തരത്തിലൊരു ഗാനത്തിലേക്ക് നമുക്ക് പോകാം. കത്തും നരകത്തിൻ തീജലം കരിച്ച മുഖമാണ നരകത്തിൻ
നരകത്തിൻ കാഴ്ച, കത്തും നരകത്തിൻ തീജലം കരിച്ച മുഖമാണ നരകത്തിൻ കാഴ്ച. ദൂരത്തു കേൾക്കുമ ഘോരശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ദൂരത്തു കേൾക്കുമ ഘോരശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ, കൂടെ വരാം കൂടെ പോരൂ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ, കൂടെ വരാൻ കൂടെ പോരൂ. ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. അപ്പോൾ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഈ സ്വർഗം മനോഹരമാണ്, നരകം അതിഭീകരവുമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇൻഷാ അല്ലാ ആ സ്വർഗം നമുക്ക് ഒരുമിച്ച് പോകണം. നമുക്കും മാതാപിതാക്കൾക്കും നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരെയും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നമുക്ക് കിട്ടും. നാളെ സ്വർഗത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്കൊരുമിച്ച് ജീവിക്കാനും സാധിക്കും. ഇൻഷാ അല്ലാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാൻ നമുക്ക് പ്രേരണ നൽകുന്ന മനോഹരമായൊരു ഗാനം ആലപിച്ച് നമുക്ക് ഈ പെരുന്നാൾ നിലാവെന്ന പ്രോഗ്രാം അവസാനിപ്പിക്കാം. ജന്നത്തിലെത്തേണം നാം ഒന്നിച്ച്, ജല്ല ജലാലിൻ്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. ജന്നത്തിലെത്തേണം നാം ഒന്നിച്ച്, ജല്ല ജലാലിൻ്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. നാഥന്റെ കൽപ്പന പോലെ ചലിച്ച്, നാവിനാൽ നേർവാക്ക് മാത്രമുരച്ച്, നേത്രങ്ങൾ നന്മയ്ക്ക് നേരെ തിരിച്ച്, നേർവഴി താണ്ടിയ സ്വർഗമുറച്ച്. നാഥന്റെ കൽപ്പന പോലെ ചലിച്ച്, നാവിനാൽ നേർവാക്ക് മാത്രമുരച്ച്, നേത്രങ്ങൾ നന്മയ്ക്ക് നേരെ തിരിച്ച്, നേർവഴി താണ്ടിയാൽ സ്വർഗമുറച്ച്. ജന്നത്തിലെത്തേണം നാം ഒന്നിച്ച്, ജല്ല ജലാലിൻ്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. നിത്യനമസ്കാരം തെറ്റാതെ ചെയ്തോ, നന്മകൾ ചെയ്യുവാൻ മുൻപിൽ നടന്നോ,
നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളത്രയും നാഥൻ അറിയുമെന്നുള്ളിൽ നിനച്ചോ. നിത്യനമസ്കാരം തെറ്റാതെ ചെയ്തോ, നന്മകൾ ചെയ്യുവാൻ മുൻപിൽ നടന്നോ. നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളത്രയും നാഥൻ അറിയുമെന്നുള്ളിൽ നിനച്ചോ. ജന്നത്തിലെത്തേണം നാം ഒന്നിച്ച്, ജല്ല ജലാലിന്റെ വിധി പാലിച്ച്. മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. ജന്നത്തിലെത്തേണം നാം ഒന്നിച്ച്, ജല്ല ജലാലിന്റെ വിധി പാലിച്ച്. മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്.